തതോ ജയമുദീരയെ. സ്വാഗതം പറയുവാനായിട്ട് അവിനാശിനെ ക്ഷണിക്കുന്നു. അഭിവാദയേ കൃഷ്ണശർമ്മ നമ. അഹം അസ്മി ഭോഃ. പുണ്യമാസമായ വൈശാഖ മാസത്തിന്റെ 2ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നാം. വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ ആഭിമുഖ്യത്തിൽ ദേവി ഭാഗവതം വെബിനാറിലേക്ക് എല്ലാ മഹത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കായി ദേവി ഭാഗവതം സ്കന്ധം 2-ലെ 12 അധ്യായങ്ങളെക്കുറിച്ചും പ്രഭാഷണം നടത്തുന്നത് ശ്രീ ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരിയാണ്. ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരി 1969 പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി പട്ടിശ്ശേരി പാഴൂർ ചിത്രൻ നമ്പൂതിരിയുടെയും ഉമാദേവി അന്തർജനത്തിന്റെയും മകനായി ജനിച്ചു. 1992 ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ നിന്ന് കഥകളി വേഷത്തിൽ ഡിപ്ലോമയും 1994 പോസ്റ്റ് ഡിപ്ലോമയും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. അതിനുശേഷം കേരളവർമ്മ കോളേജിൽ നിന്ന് 1999 BA സംസ്കൃതവും 2000 തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷനിൽ നിന്ന് BEdും നേടി. 2003 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസ്കൃത സാഹിത്യത്തിൽ MA ബിരുദവും 2006 കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃത സാഹിത്യത്തിൽ MPhil ബിരുദവും നേടി. നാട്യശാസ്ത്രത്തിലെയും കൂടിയാട്ടം, കഥകളി എന്നിവയിലെയും ചാരികളെ സംബന്ധിച്ച് ഡോക്ടർ CM നീലകണ്ഠന്റെ മേൽനോട്ടത്തിൽ നടത്തിയ പഠനത്തിലൂടെ അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2009 PhD ബിരുദവും നേടി. കേരളത്തിനകത്തും പുറത്തുമായി നടന്ന 30ഓളം ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പ്രഭാഷണങ്ങളും സോദാഹരണ ക്ലാസുകളും നടത്തുകയും ചെയ്തു. ബ്രഹ്മസ്വം മഠത്തിന്റെ ദേശീയ സെമിനാറിലും ദേശീയ ശില്പശാലയിലും അസിസ്റ്റന്റ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബ്രഹ്മസ്വം മഠത്തിലെ വേദഗവേഷണ കേന്ദ്രത്തിന്റെ പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ കോർഡിനേറ്ററായി 3 കൊല്ലത്തോളം പ്രവർത്തിച്ചു. തൃശൂർ ബ്രഹ്മസ്വം മഠം, കൊടുവായൂർ ട്രെയിനിങ് കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിശ്ശേരി, ഭാരതീയ വിദ്യാഭവൻ ഇരിങ്ങാലക്കുട തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സംസ്കൃതാധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃത വിഭാഗത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകനായിരുന്നു. 2007 മധ്യപ്രദേശിൽ സാഗർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന നാട്യശാസ്ത്ര വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് സോദാഹരണ ക്ലാസ് നടത്തുകയുണ്ടായി. 2012 ജാനുവരിയിൽ ഡൽഹിയിൽ വെച്ച് നടന്ന വേൾഡ് സംസ്കൃത് കോൺഫറൻസിൽ പങ്കെടുത്ത് പ്രബന്ധാവതരണവും സോദാഹരണ ക്ലാസും നടത്തി. കഥകളി അവതരിപ്പിക്കുകയും ചെയ്തു. 2013 പട്ടിശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് വിഷ്ണുപ്രഭ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇതര കൃതികൾ വേദവീജികൾ, രസമുദ്ര എന്നിവയാണ്. 2015 ബാങ്കോക്കിൽ വെച്ച് നടന്ന 16ാമത് വേൾഡ് സംസ്കൃത് കോൺഫറൻസിൽ പങ്കെടുക്കുകയും പകർനാട്ടത്തെക്കുറിച്ച് പ്രബന്ധാവതരണവും സോദാഹരണ ക്ലാസ് നിർവഹിക്കുകയും ഉണ്ടായി. ശ്രീ പാഴൂർ ദാമോദരൻ നമ്പൂതിരിയെ അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ പേരിലും പൂജാ പഠനം 2ാം ബാച്ചിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. തുടങ്ങാലോ അല്ലേ? കേൾക്കാണ്ടല്ലോ? കേൾക്കാണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ വൈശാഖ മാസ ശുക്ലപക്ഷ ചതുർത്ഥി ദിനത്തിൽ അമ്മയെക്കുറിച്ച്, സാക്ഷാൽ ജഗദംബികയെക്കുറിച്ച്, ജഗൽധാത്രിയെക്കുറിച്ച്, ബുദ്ധിക്കും മേധയ്ക്കും സൃഷ്ടിക്കും ആധാരഭൂതയായിട്ടുള്ള ആ ജഗന്നിയന്താവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആലോചിക്കാൻ അവസരം തന്നതിന് ഈ ദേവി ഭാഗവത സത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേവി ഭാഗവതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരമേഖല തന്ത്രി സമാജത്തിൻ്റെ ഉത്തരമേഖലയുമായി ബന്ധപ്പെട്ട സംഘാടകർ ആരൊക്കെയാണോ എല്ലാവരെയും അത്യധികം നമസ്കരിച്ചുകൊണ്ട്
അങ്ങനൊരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. നമ്മൾ ശ്വാസം വലിക്കുന്നത് പ്രകൃതിയിൽ ശ്വാസമുണ്ട് എന്നറിഞ്ഞിട്ടല്ല. നമ്മൾ സ്വാഭാവികമായി ശ്വാസം വലിക്കുന്നു, ജീവിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഓരോ നിമിഷവും ശ്വാസം വലിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ടല്ല അത് ചെയ്യുന്നത്. അതുപോലെയാണ് പ്രകൃതിയിൽ ജഗദംബികയുടെ ശക്തി എന്ന് പറയുന്നത് ഓരോ അണുവിലും, ഓരോ സ്ഥൂലത്തിലും, ഓരോ സൂക്ഷ്മത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അതില്ലെങ്കിൽ ബാക്കിയെല്ലാം കരിക്കട്ടകളാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ കുറേ നല്ല കാര്യങ്ങൾ, എന്നെക്കുറിച്ച് പറഞ്ഞ കുറേ നല്ല കാര്യങ്ങൾ, അത് നല്ലതാണ് എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്നതും അത് നല്ലതാവുന്നതും ജഗദംബികയുടെ കടാക്ഷം കൊണ്ടാണ്. അഥവാ അദ്ദേഹം പ്രതിപാദിച്ച എല്ലാം അമ്മയുടെ കടാക്ഷം കൊണ്ട് മാത്രം സിദ്ധിച്ചിട്ടുള്ളതാണ്, അഥവാ സിദ്ധിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഇങ്ങനൊരു അവസരം ലഭിച്ചത് അത്യധികം ചാരിതാർത്ഥ്യത്തിന് ഇട നൽകുന്നു. മറ്റൊന്ന്, ഞാനൊരു പ്രാസംഗികൻ അല്ല. ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റത് ഞാനൊരു പ്രാസംഗികൻ ആയതുകൊണ്ടല്ല, മറിച്ച് ജഗദംബികയെക്കുറിച്ച്, ജഗദ്ധാത്രിയെക്കുറിച്ച്, ആ സാക്ഷാൽ പരാശക്തിയെക്കുറിച്ച് എനിക്കും ചിന്തിക്കാൻ, അഥവാ ഒരു നിമിഷം സ്മരിക്കാൻ അവസരം കിട്ടിയല്ലോ എന്ന സന്തോഷം ഹേതുവായിട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ, നടപ്പുറയ്ക്കാത്ത കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോൾ വീഴുന്നത് പോലെ എൻ്റെ വാക്കുകളിൽ ഇടർച്ചയുണ്ടാകാം. ഞാൻ പറയുന്നതിൽ സ്ഖാലിത്യം, തെറ്റുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മഹത് വ്യക്തികളും, സജ്ജനങ്ങളും അതിനെ പൊറുക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ പൊറുക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നു. ഇനി ചില കാര്യങ്ങൾ പറയാം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ അത്യധികമായിരിക്കുന്ന ഇരുട്ടിനെ മറികടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഗുരുവിൻ്റെ കടാക്ഷം ഒന്ന് മാത്രമേ നമുക്ക് സഹായകമായിട്ടുള്ളൂ. ആ ഗുരുവിൻ്റെ കടാക്ഷത്തോടുകൂടി ജഗദംബികയെ, ഗുരു തന്നെയായിരിക്കുന്ന ജഗദംബികയെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസൽ ഹേമപത്മാം വരാംഗീം
സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പൽ പ്രദാത്രീം. അതാണ് സർവസമ്പൽ പ്രദാത്രിയാണ്. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടും വണ്ണം വേണ്ടത് വാരിക്കോരി കൊടുക്കുന്ന ആ ജഗൽധാത്രിയാണ് ജഗദംബിക. ആ ജഗദംബികയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭാരതീയ ചിന്താ പദ്ധതിയില് അല്ലെങ്കിൽ നമ്മുടെ ഈ ചിന്താസരണിയില് അത് വേദാന്തമായാലും ശരി, മീമാംസയായാലും ശരി, ഏത് തരത്തിലുള്ള ഫിലോസഫി ഐഡിയോളജി ആയാലും ശരി, മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വലിയ തത്വമാണ്. അതെന്താണ്? തരതി ശോകം ആത്മവിത്ത്. അത് നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ ഓരോരുത്തരും ഇത് ഉറപ്പിക്കണം. തരതി ശോകം ആത്മവിത്ത്. ആത്മവിത്ത് ശോകം തരതി. ആത്മവിത്ത് അത് ഇന്ത്യൻ സ്കൂളില്, ഇന്ത്യൻ ഫിലോസഫി സ്കൂളില്, ഭാരതീയമായ ചിന്താ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ആത്മവിത്ത്. ആത്മാരാമൻ നാരായണീയകാരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ത്വം ചാത്മാരാമ. അങ്ങ് ആത്മാരാമനാണ്, തന്നിൽ തന്നെ രമിക്കാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. ഭഗവതി അങ്ങനെ തന്നെയാണ്, തന്നിൽ തന്നെ രമിക്കുന്നവളാണ്. സ്വയം രമിക്കുകയും മറ്റുള്ളവരെ രമിപ്പിക്കുകയും ചെയ്യുന്ന ആ ഭഗവാൻ അഥവാ ഭഗവതി, ജഗദ്ധാത്രി ആത്മവിത്താണ്. അപ്പൊ നമ്മളോട് ഉപദേശിക്കുന്നത് ആത്മവിത്താവൂ എന്നാണ്. എന്താണ് ആത്മവിത്ത്? തന്നെ തന്നെ തിരിച്ചറിയൂ. തന്നെ തിരിച്ചറിയുക പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തെ തിരിച്ചറിയലാണോ? അല്ല. നമ്മുടെ ബുദ്ധിയെ തിരിച്ചറിയലാണോ? അല്ല. നമ്മുടെ കൈയിനെ തിരിച്ചറിയലാണോ? അല്ല. നമ്മൾ എന്താണ്? ഈ കയ്യും കാലും ബുദ്ധിയും മനസ്സും എല്ലാം നിറഞ്ഞ നമ്മുടെ ഈ ആത്മ ചൈതന്യം എന്താണ് എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്നവൻ ശോകത്തെ മറികടന്ന് ആത്മജ്ഞാനം നേടുന്നു. സാക്ഷാൽ ജഗദംബികയിൽ സാമീപ്യ സാരൂപ്യ സായുജ്യം നേടുന്നു. അത് ഭഗവാൻകിലും അങ്ങനെയാണ്. സാമീപ്യ സാരൂപ്യ സായുജ്യം നേടുന്നു. നമ്മൾ അമ്പലത്തിൽ പോകും, വളരെ കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോകും. എന്നിട്ട് ഭഗവാന്റെ നടക്കിലെത്തിയ നമ്മൾ എന്താ ചെയ്യണത്? ഭഗവാനെ കാണാനാണ് കേട്ടോ പോണത്. നമ്മള് ഓടി 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 അത്യധികം കഷ്ടപ്പെട്ടിട്ടാണ് ചെല്ലണത്. എന്നിട്ട് ഭഗവാന്റെ നടക്കിലെത്തിയ നമ്മൾ എന്ത് ചെയ്യും? കണ്ണടച്ചാ പ്രാർത്ഥിക്കണത്. 30 നാഴിക 300 നാഴിക ഓടിപ്പോയി അമ്പലത്തിലെത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്? കണ്ണടച്ചിട്ടാ പ്രാർത്ഥിക്കണത്. അല്ലേ ഗുരുവായൂരപ്പ, അല്ലേ വടക്കുന്നാഥ, അല്ലേ പാറമേക്കാവിലമ്മേ, അല്ലേ ജഗദ്ധാത്രി, അല്ലേ പരാശക്തി. ഇത് കണ്ണടച്ചിട്ടാ പ്രാർത്ഥിക്കണം. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ എത്ര ബുദ്ധിമുട്ടി അതുവരെ ഓടിപ്പോണത്? അതാണ് നമ്മുടെ ചിന്താ പദ്ധതിയുടെ പ്രത്യേകത. നമുക്ക് കാണുമ്പോൾ കിട്ടുന്നതിനേക്കാൾ അത്യധികമായ ശക്തി നമ്മൾക്ക് ആ കണ്ണടച്ചിട്ടുള്ള സ്വരൂപത്തില് നമുക്കിങ്ങനെ തെളിഞ്ഞ് 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 തെളിഞ്ഞിങ്ങനെ വരും. അതാണ് അതിന്റെ പ്രത്യേകത. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പുറത്തേക്കുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവൻ, കണ്ണ്, മൂക്ക്, നാക്ക്, വാക്ക്, ത്വക്ക് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിലേക്ക്
നോക്കണം. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് വെച്ച എല്ലാ ക്യാമറകളെയും നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിലേക്ക് തിരിച്ചു വെക്കണം. എന്നിട്ട് ഇപ്പൊ എനിക്ക് ഇതാ പ്രഭാഷണം ചെയ്യാൻ അവസരം കിട്ടിയല്ലോ എന്ന് അഹങ്കരിക്കാതെ, അല്ലേ ജഗൽധാത്രി, ജഗദംബികെ, പരാശക്തി അമ്മേ, അവിടുത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്കിതാ ഒരു അവസരം അവിടുന്ന് തന്നെ കൊണ്ടുപോകുന്ന തന്നിരിക്കണു. ഇതിൽ പരം ആഹ്ലാദത്തിന് എന്താ വേറൊന്ന് വേണ്ടത്? ഇതിൽ പരം ചിന്തിക്കാൻ, സന്തോഷിക്കാൻ വേറെന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഓരോന്നിനെയും കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ആ മേധ വളർന്ന് 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 പ്രപഞ്ചം മുഴുവൻ അമ്മയുടെ ശക്തിയാണ്, അമ്മയാണ് എന്ന് ബോധവും നമ്മൾക്കുണ്ടാകും. ഇപ്പൊ നമ്മൾ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ കുട്ടികളുണ്ടാവും, നമ്മുടെ മക്കളുണ്ടാവും, ആൺകുട്ടികളുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും, നമ്മുടെ ഭാര്യ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, അച്ഛൻ ഉണ്ടാവും, പലരും ഉണ്ടാവും. അപ്പൊ നമ്മൾ അടുത്തിരിക്കുന്നത് നമ്മുടെ ഭാര്യയാണ് എന്ന് നമുക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന പത്നിമാർക്ക് എൻ്റെ അടുത്തിരിക്കുന്ന ഭർത്താവാണ് എന്ന ബോധ്യമില്ലെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക? സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയില്ല, ഭയമാണ് ഉണ്ടാവുക. എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ കുട്ടിയാണ് എന്ന തിരിച്ചറിവ് എനിക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് എന്ന തിരിച്ചറിവില്ലെങ്കിൽ ഭയമാണ് ഉണ്ടാവുക. ആ ഭയം വന്നാൽ ഈ പ്രഭാഷണം സ്വസ്ഥതയോടുകൂടി കേൾക്കാൻ കഴിയില്ല. കാരണം എന്താ? ഭയമാണ് അവിടെ ഉണ്ടാവുന്നത്. ആ ഭയത്തെ മറികടക്കണം. ശോകം തരതി, ശോകത്തെ മറികടക്കണം. ആ ശോകത്തെ മറികടന്നാൽ എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ കാന്തനാണ്, എൻ്റെ നാഥനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ആഹ്ലാദം. അതുപോലെയാണ് എൻ്റെ വാക്കുകൾ ജഗൽധാത്രിയുടെ വാക്കുകളാണ്. ഞാൻ വർണ്ണിക്കുന്നത് ജഗൽധാത്രിയെ കുറിച്ചിട്ടാണ്, ഞാൻ വർണ്ണിക്കുന്നത് ജഗദംബികയെ കുറിച്ചിട്ടാണ്, ഞാൻ വർണ്ണിക്കുന്നത് വേദങ്ങൾ മുഴുവൻ ഉദ്ഘോഷിക്കുന്ന ആ ശബ്ദസ്വരൂപത്തെ കുറിച്ചിട്ടാണ്, ആ ശബ്ദധാത്രിയായിരിക്കുന്ന ജഗദംബികയെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ ആ ഭയത്തെ നമ്മൾ മറികടക്കുന്നു. തരതി ശോകം മറികടക്കുന്നു. ആത്മവിത്ത്, ഞാൻ ആത്മവിത്താകുന്നു, ആത്മസാക്ഷാത്കാരം നേടുന്നു. ഇതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ്, ഏറ്റവും നല്ല ഉപകരണമാണ് ദേവി ഭാഗവതം. അതിൽ ഈയുള്ളവനോട് പറയാൻ പറഞ്ഞിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ദ്വിതീയ സ്കന്ധം 1 മുതൽ 12 വരെയുള്ള അധ്യായമാണ്. ഒരുപക്ഷെ ഇതിന് എനിക്ക് മുമ്പും പലരും പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും, എനിക്ക് ശേഷവും ഉണ്ടാവും. പക്ഷെ ഞാൻ കരുതുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ ദേവി ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എനിക്ക് പറയാൻ അവസരം തന്നത് എന്നർത്ഥത്തിലാണ്. ബാക്കി എല്ലാവർക്കും പലതും കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അമ്മ പ്രസംഗിക്കാൻ, പ്രഭാഷണം ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഉള്ളവന് തന്നത് 1 മുതൽ 12 വരെയുള്ള അധ്യായം, ദ്വിതീയ സ്കന്ധം. അതിൽ എന്തൊക്കെയാണ് വരുന്നത് അത് അങ്ങോട്ട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അത്യധികമായ ഉൾപ്പുളകം ഉണ്ടാകുന്നത്. നോക്കൂ, അതിൽ ആദ്യത്തെ അധ്യായം എന്താണ്? വ്യാസജന്മ വൃത്താന്തം. ഭാരതത്തിൽ ജനിച്ചിട്ട്, ഭാരതവർഷത്തിൽ ജീവിച്ചിട്ട് വ്യാസനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, വ്യാസൻ എന്ന ആ സാക്ഷാൽ മഹാമുനിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മം വ്യർത്ഥമായി, ജന്മം പാഴായി. അല്ലേ ഭഗവാൻ വ്യാസൻ, ഇപ്പൊ എൻ്റെ ജന്മം സഫലമായി. എന്താ കാരണം? 2 തരത്തിലാണ്. ഒന്ന്, ജഗദംബിയെ കുറിച്ച് ചിന്തിക്കാനും എനിക്ക് അവസരം കിട്ടി, ആ സാക്ഷാൽ വ്യാസനെ കുറിച്ച് ചിന്തിക്കാനും എനിക്ക് അവസരം കിട്ടി. സാക്ഷാൽ പരാശര പുത്രനായിരിക്കുന്ന, പരാശര മുനിയുടെ പുത്രനായിരിക്കുന്ന, ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുത്ത ആ സാക്ഷാൽ ഗുരു
വ്യാസജന്മാവിനെ കുറിച്ച്, വ്യാസമഹർഷിയെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഇതിൽ പരം ഇനി എന്ത് ഭാഗ്യമാണ് കിട്ടേണ്ടത്? ആ അർത്ഥത്തിൽ രണ്ട് നിലയ്ക്ക് ഭഗവതിയെക്കുറിച്ചും വ്യാസനെ കുറിച്ചും ഒരു പ്രഭാഷണത്തിൽ രണ്ടുപേരെ കുറിച്ചും ചിന്തിക്കാൻ അവസരം കിട്ടി. അത് മാത്രം മതിയോ? പോരാ. വ്യാസജനനം, ഓരോരുത്തരുടെ ജനനത്തിന് പിന്നിലും ഭഗവാന് ചില ഉദ്ദേശങ്ങളുണ്ട്, ഭഗവതിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, ആ ജഗൽ നിയന്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചതിന് ഭഗവാന് ചില ഉദ്ദേശങ്ങളുണ്ട്, ഭഗവതിക്ക് ചില, അമ്മയ്ക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ നടപ്പാകുന്നത് വരെ എന്നെ കൊണ്ടു നടക്കും. ആ ഉദ്ദേശം നടപ്പായി കഴിഞ്ഞാൽ എന്നെ തിരിച്ചു വിളിക്കും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. എൻ്റെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി തരും. ഇപ്പോൾ കോളേജിലാണെങ്കിൽ പ്രൊഫസറുടെ ഡ്യൂട്ടി തരും, അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ ഡ്യൂട്ടി തരും, അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ ഡ്യൂട്ടി തരും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി തരും, ഓരോ മേഖലയിലും. ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ തിരിച്ച് അവരവരുടെ ആദ്യം വന്നോടത്തേക്ക് തന്നെ തിരിച്ചു പോകണം. അതുപോലെയാണ് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ, എൻ്റെ ഈ പ്രഭാഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വീണ്ടും നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പഴയ ഘട്ടത്തിലേക്ക് പോകണം. അപ്പോൾ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, വീണ്ടും പഴയ ലോകത്തിൽ തിരിച്ചു പോകണം. അപ്പോൾ കാലമാണ് പ്രധാനം. കാലം എന്ന് പറയുന്നത് ജഗൽധാത്രി തന്നെ, ആ അമ്മ തന്നെ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അങ്ങനെ ഓരോന്നിനെ കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച്, സ്വപ്നത്തെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച്, മേധയെക്കുറിച്ച്, എല്ലാം ആ അമ്മയെക്കുറിച്ച് ഇങ്ങനെ യാ ദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ, യാ ദേവി സർവഭൂതേഷു മേധാരൂപേണ, യാ ദേവി സർവരൂപേഷു ലക്ഷ്മീ രൂപേണ. ഇങ്ങനെ ജഗദംബികയുടെ സർവത്ര പ്രകാരത്തിലുള്ള രൂപമാണ് വർണ്ണിക്കുന്നത്. ഇനി നിങ്ങളോട് പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്ത് വിശ്വസിക്കാൻ കഴിയുന്ന 3 പേരേ ഉള്ളൂ. ആരൊക്കെയാ 3 പേര്? ഒന്ന് കണ്ണാടി, ആദ്യത്തേത് കണ്ണാടി, രണ്ടാമത്തത് സാക്ഷാൽ ജഗദംബിക, മൂന്നാമത്തത് സാക്ഷാൽ ജഗന്നിയന്താവ്. അത് ഗുരുവായൂരപ്പനാകാം, പരാശക്തിയാവാം, സാക്ഷാൽ പരമേശ്വരനാകാം, ആരായാലും സാരമില്ല. ഈ ലോകത്തെ, പ്രകൃതിയെ, പ്രപഞ്ചത്തെ നയിക്കുന്ന ആ ശക്തി. ഈ 3 പേരെ ലോകത്ത് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അതിൽ തന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? കണ്ണാടിയുടെ പ്രത്യേകത എന്താണ്? കണ്ണാടി നമ്മളെ ഒരിക്കലും ചതിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ പ്രഭാഷണം കഴിഞ്ഞ് കണ്ണാടിക്ക് മുമ്പിൽ പോയി നോക്കുക. നിങ്ങൾ ചിരിച്ചാൽ കണ്ണാടി ഒപ്പം ചിരിക്കും. നിങ്ങൾ ചിരി നിർത്തിയ കണ്ണാടി തുടർന്ന് ചിരിക്കുമോ? ഇല്ല. നിങ്ങൾ ചിരി നിർത്തുന്നതോടുകൂടി കണ്ണാടിയും ചിരി നിർത്തും. നിങ്ങൾ കരഞ്ഞാൽ കണ്ണാടി ഒപ്പം കരയും. എന്നാൽ ലോകത്ത് നിങ്ങൾ നോക്കൂ, നിങ്ങൾ കരഞ്ഞില്ലെങ്കിലും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ലോകത്തുള്ളവർ കരഞ്ഞു കാണിക്കും. അത് സത്യമാണോ നുണയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ കണ്ണാടിയുടെ പ്രത്യേകത എന്താ? നമ്മൾ കരച്ചിൽ നിർത്തിയാൽ കണ്ണാടി കരച്ചിൽ നിർത്തും. കളിയാക്കിയാൽ കണ്ണാടി നിങ്ങളെ നോക്കി ഒപ്പം കളിയാക്കും, ഒപ്പം നിങ്ങളെ നോക്കി പേടി അഭിനയിക്കും. നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ വേറൊരു വസ്തുവും അതുപോലെ ചെയ്യില്ല. പക്ഷേ കണ്ണാടിയും ജഗൽധാത്രിയും കൂടി വ്യത്യാസം എന്താണ്? കണ്ണാടിക്ക് നിങ്ങളുടെ ബാഹ്യരൂപത്തെ മാത്രമേ കാണിച്ചു തരാൻ കഴിയുള്ളൂ. എന്നാൽ ജഗദംബിക, സാക്ഷാൽ പരാശക്തി, ജഗൽധാത്രി, നമ്മുടെ അമ്മ, ആ ശ്രീവിദ്യാസ്വരൂപിണിയായിരിക്കുന്ന, ശ്രീചക്രസ്ഥ സുന്ദരിയായിരിക്കുന്ന ആ ജഗദംബിക നമ്മുടെ ആത്മജ്ഞാനത്തെയും ആത്മാവിനെയും നമ്മുടെ ബുദ്ധിയെയും മേധയെയും സൃഷ്ടിയെയും എല്ലാം നമുക്ക് കാണിച്ചു തരും.
നമ്മുടെ ഉള്ളിലുള്ള ഈ ഇരുട്ടിനെ മുഴുവൻ കളഞ്ഞ് നമുക്ക് ആ വേണ്ടത് മുഴുവൻ പ്രകാശിപ്പിച്ച് തരും. അതാണ് ഈ ദേവി ഭാഗവതം കൈകാര്യം ചെയ്യുമ്പോൾ, വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായി തിരിച്ചറിയുന്ന മറ്റൊരു പ്രത്യേകത. ഇനി ഇതിൽ വരുന്ന അധ്യായങ്ങൾ എന്തൊക്കെയാണ്? ശന്തനുവും ഗംഗയും തമ്മിലുള്ള വിവാഹം, വസുക്കളുടെ ഉൽപ്പത്തി, ശന്തനുവും സത്യവതിയും തമ്മിലുള്ള വിവാഹം, ചിത്രാംഗദാദികളുടെ ജനനം, പാണ്ഡവ കഥ. ലോകത്തിന് മുന്നിൽ ഭാരതം കൊടുക്കുന്ന രണ്ട് പ്രധാന കഥകളാണ് രാമായണവും മഹാഭാരതവും. ആ മഹാഭാരതത്തിന്റെ കഥ ഇതില് ഭംഗ്യന്തരേണ പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രത്യേകത, ഭാഗവതത്തിലായാലും ദേവി ഭാഗവതത്തിലായാലും ഇത്തരം കഥകൾ പല പ്രകാരത്തിൽ പല രൂപത്തിൽ പറയും. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും, ഇതിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ലേ അല്ലെങ്കിൽ വൈരുദ്ധ്യമായിട്ടുള്ളതല്ലേ അപ്പുറത്ത് പറയുന്നത് എന്ന് നമ്മുടെ ബുദ്ധിഭേദം കൊണ്ട് നമുക്കങ്ങനെ തോന്നാം. അങ്ങനെയല്ല അതിനെ ധരിക്കേണ്ടത്. മഹാന്മാര്, മഹാമുനികള്, സജ്ജനങ്ങള് ഒരു കഥ പല പ്രകാരത്തിൽ പറയും. എന്താ കാരണം? ഒരു വസ്തുവിനെ നമ്മൾക്ക് ലോകത്തിന് മനസ്സിലാക്കാൻ ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ പല പ്രകാരത്തിൽ പറയും. അപ്പൊ അത് പറയുന്ന രീതിയില് അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. ആത്യന്തികമായ ഞാൻ പറഞ്ഞ തരതി, ശോകം, ആത്മവിത്ത എന്ന അവസ്ഥയില് ആ ആത്യന്തികമായ ഘടനയില് എന്തില്ല? വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഉപായത്തിങ്കിലേ ഭേദമുള്ളൂ, ഫലത്തിങ്കൽ ഭേദം ഇല്ല. ആത്യന്തികമായി എല്ലാവർക്കും വേണ്ടത് തരതി, ശോകം, ആത്മവിത്താണ്. ആ അവസ്ഥയിൽ ഭേദമില്ല. അവിടേക്ക് എത്താനുള്ള വഴികളില്, വെളിച്ചങ്ങളിലെ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ടോർച്ചടിച്ചിട്ട് ഒരാൾക്ക് ബസ് ഇറങ്ങിയിട്ട് ടോർച്ചടിച്ചിട്ട് പോവാം, ചൂട്ട് കത്തിച്ചിട്ട് പോവാം, മെഴുകുതിരി കത്തിച്ചിട്ട് പോവാം, ചിരട്ടയിൽ മെഴുകുതിരി കത്തിച്ചിട്ട് പോവാം. ഇങ്ങനെ പലതരത്തില് നമുക്ക് പോവാം. എമർജൻസി കത്തിച്ചിട്ട് പോവാം. അതൊക്കെ ആ ഉപാധിയെങ്കിലേ ഭേദമുള്ളൂ. വീട്ടിലെത്തുക എന്ന അവസ്ഥയിൽ, എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിൽ ഭേദം ഇല്ല. അപ്പോൾ പല കഥകൾ പല പ്രകാരത്തിൽ ഇതിലും അതിലൊക്കെ മാറി മാറി പറയും. അതൊന്നും ഒരിക്കലും വ്യത്യാസങ്ങളല്ല, സജ്ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തരുന്ന ചില ഭേദങ്ങൾ മാത്രമാണ്. ഇതിനെ വേദം തന്നെ വേറെ രീതിയിൽ പറയുന്നുണ്ട്. ഋഗ്വേദാദികൾ വേറെ രീതിയിൽ പറയും. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഏകമായിരിക്കുന്ന സത്ത് ഒന്നേയുള്ളൂ. വിപ്രന്മാർ, പണ്ഡിതന്മാർ അതിനെ പല പ്രകാരത്തിൽ പറയുന്നു. പിന്നെ യദുകുല നാശം, രുരുവിന്റെ പുരാവൃത്തങ്ങള്, അവിടെ അങ്ങനെ ഉണ്ടായിത്രേ, ഇവിടെ ഇങ്ങനെ ഉണ്ടായിത്രേ എന്നുള്ള പലതരത്തില് ഒരു കഥയെ നമ്മൾ അനുവാചകന്റെ ഉള്ളിൽ, കേൾക്കുന്നവന്റെ ഉള്ളിൽ എത്തിക്കാൻ ഐതിഹ്യങ്ങൾ പറയും, ചരിത്രങ്ങൾ പറയും, മിത്തുകൾ പറയും. ഈ രീതിയിൽ പറഞ്ഞ് ഓരോ പണ്ടൊരു കാലത്ത് ഇന്നതുണ്ടായിത്രേ, ഇന്ന രീതിയിൽ പറഞ്ഞ് അയാളുടെ ഉള്ളിൽ എത്തിക്കും. പിന്നെ തക്ഷകനും ബ്രാഹ്മണനും തമ്മിലുള്ള സംവാദം, സർപ്പസർപ്പ നിവാരണം, ആസ്തികന്റെ ഉത്ഭവം. ആരാണ് ആസ്തികൻ? ആചാര്യസ്വാമികള് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണ് ശ്രദ്ധ എന്ന് ചോദിക്കുമ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ആസ്തിക്യ ബുദ്ധി ശ്രദ്ധ. ആസ്തിക്യ ബുദ്ധി ശ്രദ്ധ. ആത്മാരാമന്മാര്, പണ്ഡിതന്മാര്, ബുദ്ധിമാന്മാരെ പറയുന്നതിന്, ആപ്തന്മാര് പറയുന്നതിന് കണ്ണും കെട്ടി സ്വീകരിക്കണം. മഹാജനോ ഏനഗത സ പന്ഥ. വഴി എന്നൊന്നില്ല. പിന്നെന്താണ് വഴി? മഹാജനങ്ങൾ സഞ്ചരിക്കുന്നത് എന്താണോ അത് വഴി. അത് മാത്രമാണ് നമ്മൾക്ക് കരണീയമായിട്ടുള്ളത്, അത് മാത്രമാണ് നമ്മൾക്ക് സ്വീകരണീയമായിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഇത്തരം പ്രഭാഷണങ്ങൾ എന്തിനുള്ളതാണ്?
മഹാന്മാർ സഞ്ചരിച്ച വഴികൾ എന്താണെന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ശ്രവിക്കാൻ, അത് കേട്ടിട്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ. എന്നിട്ട് നമുക്ക് ആത്യന്തികമായിട്ട് എന്താണ്? തരതി ശോകം ആത്മവിത്ത്. ആ ശോകത്തെ മറികടന്ന്, ശോകമാകുന്ന സമുദ്രത്തെ മറികടന്ന് ആധ്യാത്മികമായിരിക്കുന്ന ശോകങ്ങള്, ആദി ഭൗതികങ്ങളായിരിക്കുന്ന ശോകങ്ങള്, ആദി ദൈവികങ്ങളായിരിക്കുന്ന ശോകങ്ങള്, ത്രേധ 3 പ്രകാരത്തിലുള്ള ദുഃഖങ്ങളെയും മറികടന്ന് ആത്യന്തികമായ ചൈതന്യത്തെ പ്രാപിച്ച് അവിടെ എത്തണം നമുക്ക്. അതിനു വേണ്ടിയുള്ള ഉപാധിയാണ് ഈ പറയുന്ന എല്ലാം. അതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ, അല്ലെങ്കിൽ ഏറ്റവും സ്വീകരണീയമായിട്ടുള്ള ഉപാധിയാണ് ദേവി ഭാഗവതം കൈകാര്യം ചെയ്യുക. അതിനുള്ള അവസരം നമുക്കൊക്കെ കൈവരുന്നു. ആ അർത്ഥത്തിൽ ദ്വിതീയ സ്കന്ധത്തിലെ ഈ 12 അധ്യായങ്ങളും നമ്മൾക്ക് 12 അധ്യായത്തിൽ എന്താണെന്നുള്ളത് ഞാൻ ഓരോ വാചകത്തിലും, സമയമില്ലാത്തത് കൊണ്ട് ഓരോ വാചകത്തിലെ പറഞ്ഞിട്ടുള്ള എനിക്കറിയാം. അതായത് ഇത് നവാഹമായും പല പ്രകാരത്തിൽ വിസ്തരിക്കേണ്ടതാണ്. ഇപ്പൊ 1 മണിക്കൂർ കൊണ്ടാണ് നമ്മളിത് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒരു ആനയെ പിടിച്ച്, ഒരു വലുതായിരിക്കുന്ന ആനയെ പിടിച്ച് അതിനെ ഇങ്ങോട്ട് നമ്മുടെ കൈവെള്ളയിലാക്കി ഒരു ചെപ്പിലാക്കുന്നത് പോലെയാണ് ഇപ്പത്. 1 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് ഇതിലെ മുഴുവൻ കഥകൾ പറയാന്ന് പറയുന്നത് ഒരു ആനയെ പിടിച്ച് ചെപ്പിലാക്കുന്നത് പോലെയാണ്. അത് ആർക്കും സാധ്യമല്ല. പക്ഷെ ദേവിയുടെ ആ അത്യധികമായിരിക്കുന്ന ആ സഹായമുണ്ടെങ്കിൽ എന്തെല്ലാം സാധിക്കില്ല. ആചാര്യസ്വാമികൾ പറയും, നിങ്ങളുടെ ബുദ്ധി എന്തെല്ലാം ആയിക്കോട്ടെ, പക്ഷെ ആ ഗുരുവിന്റെ പാദത്തിങ്കിലാണ് നിങ്ങളുടെ ആ ശ്രദ്ധ എങ്കിൽ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് എന്തെല്ലാം ഉണ്ട്. തതഃകിം തതഃകിം തതഃകിം, സാധിക്കാത്തതായിട്ടൊന്നും ഇല്ല എന്ന് ആവർത്തിച്ച് പറയും. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. എങ്ങനെയാണ് ദേവി ഭാഗവതം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? സൃഷ്ടൗയ സർഗരൂപ ജഗദവന വിധൗ പാലിനി യാ ചരൗത്രി സംഹാരേ ചാപി യസ്യ ജഗദിദമഖിലം ക്രീഡനം യാ പരാഖ്യ പശ്യന്തി മധ്യമാഥോ തദനു ഭഗവതി വൈഖരി വർണ്ണരൂപ സാസ്മാദ്വാചം പ്രസന്ന വിധിഹരി കിരിശ ആരാധിത അലങ്കരോതു. ആ പരാപശ്യന്തി മധ്യമ വൈഖരി, ഈ 4 രൂപത്തിലുള്ള ശബ്ദങ്ങളെ കൊണ്ട്, പരാപശ്യന്തി മധ്യമ വൈഖരി, ഈ 4 രൂപത്തിലുള്ള വർണ്ണങ്ങളെ കൊണ്ട് ഭജൻ. ആചാര്യസ്വാമികൾ പറയേണ്ട ഒരു സ്ഥലത്ത് സൗന്ദര്യലഹരിയിൽ പറയും, ഭജന്തേ വർണ്ണാസ്തേ തവജനി നാമാവയവതാം ഭജന്തേ വർണ്ണാഹാത്തെ. നിന്റെ രൂപം എന്ത് ചെയ്യുന്നു? നിന്റെ രൂപത്തെ കുറിച്ച് നിന്റെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു. ഏത് രൂപത്തില്? ശബ്ദരൂപത്തിൽ ഞാൻ വർണ്ണിക്കുന്നു, ഞാൻ ഭജിക്കുന്നു. ഭജന്തേ വർണ്ണാഹാത്തെ തവ ജനനി, അല്ലേ അമ്മേ, തവ ജനനി നാമാവയവതാം. ആ ഭഗവതിയുടെ തന്നെ ശബ്ദം സ്വരൂപം എടുത്തിട്ട് ഞാനിതാ ആ ജഗദ്ധാത്രിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഭജിക്കുന്നു, വർണ്ണിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാമീപ്യ സാരൂപ്യ സായുജ്യ രൂപം കൈവരുന്നു. അങ്ങനെയുള്ള ഈ ദേവി ഭാഗവതം കൈകാര്യം ചെയ്യാൻ നമുക്ക് ഇതാ അവസരം വന്നിരിക്കുന്നു. ഇതാ അതിനുള്ള ഒരു എന്താ പറയാ, ഒരു നിമിഷം നമുക്ക് അതിനുള്ള സാഹചര്യം കൈവന്നിരിക്കുന്നു. എന്താണ് പിന്നെ അതിന്റെ പ്രത്യേകത? മറ്റൊന്ന്, മൂകനെ പോലും, മിണ്ടാൻ കഴിയാത്തവനെ പോലും മറുകര കടക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നടത്താൻ കഴിയുന്ന ആ ജഗദ്ധാത്രിയാണ്. ഊനുള്ള
കുബ്ജയെ ഭഗവാൻ സുന്ദരി പിടിച്ചിട്ട് പൊക്കി. ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടു. നോക്കുമ്പോ എന്താണ്, അവരെ കൂന് പോയിട്ട് അത്യധികമായിരിക്കുന്നു, സുന്ദരിയായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെയാണ് മൂകനെ പിടിച്ചിട്ട് മൂകം കരോതി വാചാലം, അവൻ മൂകതയൊക്കെ വിട്ട് വാചാലനമായി മാറി. പങ്കും ലംഘയതേ ഗിരിം, നടക്കാൻ കഴിയില്ല. ആ പങ്കുവിന് നടക്കാൻ കഴിയില്ല. ഗിരി ആ അത്യധികമായിരുന്ന പർവ്വതത്തെ മറികടക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട്? ആ ജഗദംബികയെ സ്മരിക്കുകൊണ്ട്, ആ കേവലം സ്മരണ മാത്രേണ, ഒരു നിമിഷത്തെ സ്മരണ കൊണ്ട് ഇതെല്ലാം സാധിക്കുന്നു. അപ്പോൾ അനുനിമിഷം അനുപദം നമ്മൾ ജഗദംബികയെ, ജഗദ്ധാത്രിയെ, പരാശക്തിയെ, ചൈതന്യത്തെ ചിന്തിച്ചാൽ നമ്മൾക്ക് എന്തെന്തെല്ലാം സാധിക്കില്ല. അങ്ങനെയുള്ള ആ ജഗദംബികയുടെ സ്മരണമാണ് ദേവി ഭാഗവതം. അതിലെങ്ങനെയാണ്? ഇനി ഒരു പ്രത്യേകത കൂടി പറയാം. നമ്മുടെ ചിന്താ പദ്ധതികൾ മുഴുവൻ കഥയുടെ രൂപത്തിലാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ഭാഗവതമാവട്ടെ, മഹാഭാരതമാകട്ടെ, രാമായണമാകട്ടെ, ദേവി ഭാഗവതമാകട്ടെ, എല്ലാം ഉപനിഷത്തുകളാകട്ടെ, എല്ലാം എന്താണ്? കഥയുടെ രൂപത്തിലാണ്. പോരാ, ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു. അല്ലേ മഹാമുനെ, ഞങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ മുനി അതിന് ഉത്തരം പറയുന്നു. എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവന് കൊടുക്കാനുള്ളതാണ് ഇതെല്ലാം. വിശപ്പ് മാറിയിരിക്കുന്ന ഒരാളെ വിളിച്ച് നിങ്ങൾ ചോറ് കൊടുക്കുവോ? കൊടുക്കില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേസ്റ്റാണ്. നേരെ മറിച്ച് അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഓടി ഒരാൾ വന്നാൽ എന്താണോ അവിടെ ഉള്ളത്, ഒരു പിടി വറ്റാണോ ഇരിക്കൂ, നമ്മൾ കൊടുക്കുന്നു. അമ്മ എനിക്കൊന്നും അറിയില്ല, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞാൽ അമ്മ എന്താണ് അറിയാത്തതെന്നല്ല, എല്ലാം വാരിക്കൊരി കൊടുക്കുന്നു. അങ്ങനെ സർവസമ്പൽപ്രദാത്രിയാണ് ജഗദംബിക. സർവസമ്പത്തും കൊടുക്കുകയും കൊടുക്കാൻ കഴിവുള്ളവളാണ് എന്ന് മാത്രവുമല്ല, കൊടുത്താൽ അത് ഭംഗിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ സംഹാരകർത്തൃനിയുമാണ്, സംഹരിക്കാൻ കഴിവുള്ളവളുമാണ്. അതും മാത്രമല്ല, നമ്മൾ വേണ്ടും വണ്ണം ഉപാസിച്ചാൽ, വേണ്ടും വണ്ണം ജഗദംബികയെ ചിന്തിച്ചാൽ സൃഷ്ടി സ്ഥിതി, ആ സ്ഥിതിയായി നമുക്ക് നിലനിർത്തി തരും. സൃഷ്ടിയും സംഹാരവും മാത്രമല്ല, സ്ഥിതിയും ഉണ്ടാക്കി തരും. അതിനെ സ്ഥിരമായി നമ്മളിൽ നിലനിർത്തുകയും ചെയ്യും. അപ്പൊ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കെൽപ്പുള്ളവളാണ് ആര്? ജഗദ്ധാത്രി. വളരെ ഗംഭീരമായിട്ടുള്ള രസകരമായിട്ടുള്ള ശ്ലോകമുണ്ട്. ആട്ടം സന്ധ്യക്കനുഷ്ഠിപ്പവനുടദയിത്തെ, ആ സാക്ഷാൽ നടരാജൻ, ആ പ്രദോഷസന്ധ്യാ നടരാജൻ പ്രദോഷത്തിങ്കൽ നടനം ചെയ്യാണ്. അദ്ദേഹത്തിന്റെ പത്നി ശ്രീപാർവതി ദേവി. ആട്ടം സന്ധ്യക്കനുഷ്ഠിപ്പവനുടദയിത്തെ, പൊന്നൊഴിഞ്ഞാലാട്ടത്തിൽ, ആ നിലാവുള്ള ആ വെളുത്ത പ്രദോഷരാത്രിയിങ്കൽ സന്ധ്യാസമയത്ത് ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ ജഗദ്ധാത്രി, പരാശക്തി, പാർവതി ദേവി ഭഗവാന്റെ ഒപ്പം നൃത്തം ചെയ്യുകയും ചെയ്യുന്നു, ഒപ്പം ഊഞ്ഞാലിൽ ആടുകയും ചെയ്യുന്നു. ആ ആട്ടം കണ്ടിട്ട് ശുംഭനും തൻ സഹജനും, ശുംഭനിശുംഭന്മാരെന്ന ആ അസുരന്മാര്, അവർക്ക് എന്തുണ്ടായി? അകതാരാട്ടമുണ്ടായി. അകതാരിൽ അവരുടെ മനസ്സങ്ങട് ഇളകി. സാക്ഷാൽ ജഗദംബിയെ കുറിച്ച് ഇരിക്കുന്ന ആൾക്ക് എന്താവില്ല? മനസ്സളകില്ല, മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവില്ല. അമ്മയെ കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്ത, തരതി ശോകം ആത്മവിത്തായിരിക്കുന്ന ആൾക്ക് എന്തുണ്ടാവില്ല? മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവില്ല. അസുരന്മാർക്ക്, അസുക്കളിൽ രമിക്കുന്നവർക്ക്, ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവർക്ക് എന്തുണ്ടാകും? മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവും. അകതാരാട്ടമുണ്ടായി കൊള്ളാം
അപ്പൊ അവരുടെ മനസ്സിളകി. ആട്ടം സന്ധ്യക്കനുഷ്ഠിപ്പവനുടതയിതെ പണ്ടു നിൻ പൊന്നുഴിഞ്ഞാലാട്ടത്തിൽ ശുംഭനും തൽസഹജനും അകത്താരാട്ടമുണ്ടായിക്കൊള്ളാം. കൂട്ടറ്റ പേർക്കും ഭവതി കനിഞ്ഞാടിയും കൊണ്ടിരിക്കെ കോട്ടം വിട്ടാടലില്ലാത്തൊരു നില ഉലകിന്നൊത്തതാശ്ചര്യമല്ലേ. ആ ഭഗവതിയുടെ ആ കോട്ടം വിട്ടിട്ടില്ലാത്ത ആ ആട്ടം അതിങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലും തെളിഞ്ഞ് നിൽക്കട്ടെ എന്നാ പറയുന്നത്. ഇതുപോലെ ഇനിയുണ്ട്, ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഇപ്പാരം നാട്യരംഗത്തറയിലി വനിത വേഷവും കെട്ടി, അല്ലെ, ഉദരനിമിത്തം ബഹുകൃത വേഷം. ഇപ്പൊ എന്റെ വേഷം എന്താ? ഭഗവതിയെ കുറിച്ച് പറയുക എന്ന വേഷമാണ്. ഇത് കഴിഞ്ഞാൽ വേറൊരു വേഷമാണ്, ഇത് കഴിഞ്ഞാൽ വേറൊരു വേഷമാണ്. ഓരോരുത്തരും അവരവരുടെ നേരത്തെ പറഞ്ഞ പോലെ പലതരം വേഷം കെട്ടുന്നു. അത് കഴിഞ്ഞാലോ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഈ എന്റെ ഇപ്പൊ ഈ കെട്ടിയ വേഷവും ഭംഗിയാവാൻ എന്ത് വേണം? ഭഗവതിയുടെ അനുഗ്രഹം വേണം. ഇപ്പാരാം നാട്യരംഗത്തറയിലി വനിതാവേഷവും കെട്ടി നൃത്തം വെപ്പാനെത്തേണ്ടി വന്നു ചെറുതൊഴു കഴിവില്ലാത്ത നിന്നാജ്ഞ മൂലം. ആരുടെ? ഭഗവതിയുടെ ആജ്ഞ മൂലം. ഭഗവതി കൽപ്പിക്കണു, ഇന്ന് നിന്റെ ഡ്യൂട്ടി രാത്രി 8 മണി മുതൽ 9 മണി മുതൽ എന്നെ കുറിച്ച് പറയലാണ്. നിന്നെ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചിരിക്കണതെന്ന് സൃഷ്ടിയിൽ തന്നെ ഭഗവതി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കതിന് മാറി നിൽക്കാൻ കഴിയില്ല. ചെറുതൊഴു കഴിവില്ലാത്ത നിന്നാജ്ഞ മൂലം തെറ്റാതൻ ചൊല്ലിയാട്ടം ജനരസകരമായിട്ടു തീരേണമെങ്കിൽ തൊൽപാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമി തൻ വാമമയ്യെ. എൻ്റെ ഈ കർത്തവ്യം 8 മണി മുതൽ 9 മണി വരെ എന്നെ ഏൽപ്പിച്ച പണി ഭംഗിയായി തീരാൻ, നിങ്ങൾക്ക് രസകരമായി തീരാൻ ആരുടെ അനുഗ്രഹം വേണം? നടസ്വാമി തൻ വാമമയ്യെ. ആ നടരാജമൂർത്തിയുടെ വാമമയ്യെ ഇടതുഭാഗത്തുള്ള ആ ഭഗവതിയുടെ അനുഗ്രഹം വേണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കണു. ഇതൊക്കെ പറയണത് ഒരു കാര്യത്തെ പല പ്രകാരത്തിൽ നിങ്ങളോട് പറയുന്നത് എൻ്റെ കേമത്വമല്ല. ആ ജഗദംബിക എന്നെ ഓരോന്ന് പറഞ്ഞു തോന്നിപ്പിക്കുന്നു. ആ ഭജന്തേ വർണ്ണാസ്തേ തവജനി നാമാവയവതാം, ആ ശബ്ദസ്വരൂപിണി പരാപശ്യന്തി മധ്യമാവൈഖരി രൂപയായിരിക്കുന്ന ആ ദേവിയുടെ ചൈതന്യത്തെ കുറിച്ച് ഞാൻ ചിലത് നിങ്ങളോട് പറയുന്നു. ആ വർണ്ണം തന്നെ പറയുന്നു, വർണ്ണം കൊണ്ട് വർണ്ണത്തെ കുറിച്ച് പറയുന്നു. ദേവി തന്നെ വർണ്ണസ്വരൂപിണിയാണ്, ദേവി തന്നെ ചൈതന്യ സ്വരൂപിണിയാണ്. ആചാര്യസ്വാമികളുടെ വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട് സൗന്ദര്യലഹരിയില്, അവസാനത്തെ ശ്ലോകം. എല്ലാവരും അത് ചിന്തിക്കേണ്ടതാണ്, എല്ലാവരും അത് പഠിക്കേണ്ടതാണ്. എന്താണ്? പ്രദീപജ്വാലാഭി ദിവസകര നീരാജന വിധി സുധാസൂദേശ്ചന്ദ്രോപചല ജലലവൈ അഭ്യരചന സ്വകീയൈഹി അംഭോപി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഭി തവ ജനനി വാചാം സ്തുതിരിയം. അത്യത്ഭുതമാണ് ആ ശ്ലോകം. എന്താണ്? ആദിത്യന്റെ രശ്മി എടുത്തിട്ട് ആദിത്യന് തന്നെ ആരതി ഒഴിയാം. നമ്മൾ സമുദ്രത്തിൽ പോയിട്ട് എന്ത് ചെയ്യും? തർപ്പണം ചെയ്യും. എങ്ങനെ ചെയ്യാ? സമുദ്രത്തിലെ വെള്ളം എടുത്തിട്ടാണ് തർപ്പണം ചെയ്യുക. ആർക്ക്? സമുദ്രത്തിന്. അത്ഭുതല്ലേ? ചന്ദ്രന്റെ നിലാവുള്ള ചന്ദ്രനിൽ നിന്ന് ഒഴുകുന്ന ആ നീരാവി എടുത്തിട്ട് ചന്ദ്രന് തന്നെ തർപ്പണം ചെയ്യാം. സമുദ്രത്തിലെ വെള്ളം എടുത്തിട്ട് സമുദ്രത്തിന് തർപ്പണം ചെയ്യാം. അതുപോലെയാണ് ഇപ്പത്. ഞാൻ പറയുന്ന വാക്കുകൾ ദേവിക്ക് സ്തുതിയായി തീരെ. എങ്ങനെ? ദേവി തന്നെയാണ് വാക്ക്, ദേവി തന്നെയാണ് വർണ്ണം. കാതയോമാവസാനം ആ ശിവശക്തിക്കാമ ക്ഷിതിരഥ രവി ശീതകരണ സ്മരോഹംസ ഏ സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകം.
സ്മരന്തോ ഹംസ അല്ല, അവസാനത്ത് ഇങ്ങനെയാണ്, ഭജന്തേ വർണ്ണാസ്തേ തവജന്യ നാമാവയവത. ആ ദേവിയുടെ ശബ്ദം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദേവിക്ക് സ്തുതി പാടുന്നത്. അപ്പൊ ദേവി ശബ്ദസ്വരൂപിണിയാണ്. ആ ദേവിയെ എടുത്തിട്ട്, ദേവിയുടെ വർണ്ണം എടുത്തിട്ട് ദേവിയെ സ്തുതിക്കുന്നു. അപ്പോ ഈ 2-ാം അധ്യായത്തില് ഋഷികളുടെ, വ്യാസന്റെ ജനനം, വസുക്കളുടെ ഉൽപ്പത്തി, രൂരുവിന്റെ ജനനം, രൂരുവിന്റെ ഉൽപ്പത്തി, വസുക്കളുടെ ഉൽപ്പത്തി, അതിനേക്കാളെല്ലാം അധികം ദേവി ഭാഗവതത്തിന്റെ മഹാത്മ്യം. മറ്റ് പ്രഭാഷകന്മാര് മുഴുവൻ ഇതിലുള്ള കഥകളാണ് പറയുന്നത്. പക്ഷെ എന്നെ ദേവി നിയോഗിച്ചത് ദേവി ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയാനാണ്. എന്താണ് ദേവി ഭാഗവതത്തിന്റെ മഹാത്മ്യം? ആ 12-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ദേവി ഭാഗവതത്തിന്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ദേവി ഭാഗവതത്തിന്റെ മഹാത്മ്യം? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തരതി ശോകം ആത്മവിത്ത്. ദേവി ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ആൾക്ക് എന്തില്ല? ശോകം ഇല്ല, ക്രോധം ഇല്ല, ദുഃഖം ഇല്ല, ദേഷ്യം ഇല്ല, സന്തോഷം മാത്രം. ആത്മവിത്താണ്. ദേവി ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ആള് ആത്മവിത്താണ്. അയാൾക്ക് സന്തോഷം മാത്രം. ആത്മവിത്ത്, ആത്മാരാമൻ, തൻ്റെ ബുദ്ധിയെ തിരിച്ചറിഞ്ഞാള്. ഇത് ഉണ്ടാവാൻ മറ്റൊരു വഴിയും ഇല്ല. ദേവി ഭാഗവതം കൈകാര്യം ചെയ്യുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭാഗവതം കൈകാര്യം ചെയ്യുന്നവർക്കില്ലേ? ഉവ്വ്. ദേവി ഭാഗവതവും രണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വിഷയത്തെ തന്നെ പല പ്രകാരത്തിൽ പറയും. അതുകൊണ്ട് രണ്ടല്ല, ഒന്നാണ്. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. പല പ്രകാരത്തിൽ പറയുന്നു. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഒന്നേ ഉള്ളൂ. ഇതിനെ വേറൊരു രൂപത്തിൽ തന്നെ ആചാര്യസ്വാമികൾ പറയും. ജപോ ജൽപ ശില്പം സകലമപി മുദ്രാ വിരചന. ജപോ ജൽപ ശില്പം സകലമപി മുദ്രാ വിരചന. ഓരോന്നും ജഗദംബികയെ കുറിച്ചിട്ടാണ്. സകലം അപി മുദ്രാ വിരചന. ഭഗവതിയുടെ വർണ്ണനകളെ ഉള്ളൂ. അത് തന്നെ പ്രകാരാന്തരേണ. ഇത് ഭഗവതിയെ കുറിച്ചിട്ടാണെങ്കിൽ പ്രകാരാന്തരേണ വേറൊരു സ്ഥലത്ത് എന്ത് പറയും? വേറൊരു രീതിയിൽ പറയും. യദ്യൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവ ആരാധനം. അപ്പൊ അവിടെ എത്തുമ്പോ ശിവനെ കുറിച്ചിട്ടാ പറയാ. യദ്യൽ കർമ്മ കരോമി തത്തദഖിലം. യദ്യൽ കർമ്മ, യാതൊന്ന് ചെയ്യുന്നുവോ. യദ്യൽ കർമ്മ, യാതൊന്ന് കർമ്മം ചെയ്യുന്നുവോ. യദ്യൽ കർമ്മ കരോമി തത്തദഖിലം. അത് അഖിലം ശംഭോ അല്ലേ? ശംഭോ അല്ലേ? സാക്ഷാൽ പരമേശ്വരൻ. തത്തദഖിലം ശംഭോ തവ ആരാധനം. അത് അങ്ങേക്കുള്ള ആരാധനയാണ്. ജഗദംബികയെ കുറിച്ച് പറയുമ്പോൾ അത് അംബികയ്ക്കുള്ള ആരാധനയാണ്. ഇനി വിഷ്ണുവിന്റെ അടുത്തെത്തുമ്പോഴോ, കൃഷ്ണന്റെ അടുത്തെത്തുമ്പോഴോ, കായേണ വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അപ്പോളോ ഭഗവാന്റെ അടുത്തെത്തുമ്പോ, കൃഷ്ണന്റെ അടുത്തെത്തുമ്പോ, കുഞ്ഞികൃഷ്ണന്റെ അടുത്തെത്തുമ്പോ കായേണ വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവാൽ. കായേണ വാചാ മനസേന്ദ്രിയൈർവാ. മനസാ വാചാ കർമ്മണ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ. 3 പ്രകാരത്തിലേ മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്. 3 പ്രകാരത്തിലായാലും എന്താണ്? കായേണ വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ. യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാം യദ്യൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോതവാരാധനം. ഒന്നും വേറെയല്ല. ഭഗവതിയാണെങ്കിലും ശിവനാണെങ്കിലും വിഷ്ണുവാണെങ്കിലും 3 പ്രകാരത്തിൽ
ബുദ്ധിക്ക് ഭേദമുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 3 പ്രകാരത്തില് ഒന്നേ ഉള്ളൂ. ഏകം സത് വിപ്ര ബഹുധ വദന്തി. 2 ഇല്ല, 1 ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു അവസരം തന്നത് വലിയ ചൈതന്യത്തിന് വേണ്ടി, ചൈതന്യത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് അവസരം തന്നതിന്റെ പേരിൽ സാക്ഷാൽ ജഗദംബികയുടെ ആ പാദത്തിങ്കൽ നമസ്കരിച്ചുകൊണ്ട് ഇത് ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലിസ്ഫുരൽ താരാനായക ശേഖരാം സ്മിതമുഖേ ആപീനവക്ഷോരുഭം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണം ധ്യായേൽപരാമംബികാം. യദ്യൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം ഭദ്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസൽ ഹേമപദ്മാം വരാംഗിം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പൽപ്രദാത്രീം. അമ്മേ ശരണം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ ശരണം. ജഗദ്ധാത്രി അമ്മേ ശരണം. അമ്മേ ശരണം. അമ്മേ ശരണം. നന്ദി പ്രഭാഷണത്തിനായിട്ട് ശ്രീ സന്തോഷ് ളാഗയെ ക്ഷണിക്കുന്നു. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും? കേൾക്കാം. ഇന്നത്തെ എൻ്റെ കർത്തവ്യം നന്ദി പ്രകാശനമാണ്. ആദ്യമായി ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത് നമുക്ക് ഈ പുണ്യ വൈശാഖ മാസത്തിലെ 2ാം ദിവസമായ ഇന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരി അവർക്ക് TVSRന്റെ പേരിലും അഖില കേരള ഉത്തരമേഖല തന്ത്രി സമാജത്തിന്റെ പേരിലും നമ്മുടെ ഗുരുനാഥന്മാരുടെ ഓരോരുത്തരുടെയും പേരിലും ഇന്ന് ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി അഖില കേരള തന്ത്രി സമാജത്തിലെ ഓരോ അംഗങ്ങളെയും ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുത്ത കുട്ടി, സ്വാഗതം ആശംസിച്ച അവിനാശ് എന്നിവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ദേവി ഭാഗവത പ്രഭാഷണ പരമ്പര തുടരും. വൈശാഖ മാസത്തിന്റെ 4ാമത്തെ ദിവസം നാളെയാണ്. അപ്പോൾ നാളെ ഇതേ സമയം 8 മണി മുതൽ 9 മണി വരെ പ്രഭാഷണ പരമ്പര ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അതിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.